നമസ്കാരം. ഇനി മിണ്ടരുത് ഇടതുപക്ഷവും പ്രതിപക്ഷവും. നൽകേണ്ട സമയത്ത് സഹായം നൽകുമെന്ന് ഇന്ത്യയിലെ യഥാർത്ഥ ഭരണപക്ഷം ഇതാ തെളിയിച്ചിരിക്കുന്നു. ഡൽഹിയിൽ പോയി സമരമിരിക്കേണ്ട ആവശ്യമൊന്നും കേരളത്തിന് വേണ്ടി വന്നില്ല. വയനാട് ദുരന്തബാധിതരെ മോദി സർക്കാർ തഴയുന്നു എന്നുള്ള വാദങ്ങൾ നിരത്തിയാണ് കുറെ നാളായി ഇടതുപക്ഷം കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരുന്നത്. കേന്ദ്രത്തിന്റെ പല സഹായങ്ങളും കൃത്യമായി പൊതുജനത്തിന്റെ കയ്യിലെത്താതെ അതിൽ നിന്ന് കൈയിട്ട് വാരുകയും കിട്ടിയില്ല എന്ന കള്ളക്കഥ പടച്ചുവിടുകയും ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഓരോരുത്തർക്കും നിർബന്ധിത ബാങ്ക് അക്കൗണ്ട് എന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചുകൊണ്ട് സഹായങ്ങൾ കൃത്യമായി പൊതുജനത്തിന്റെ കയ്യിൽ തന്നെ നേരിട്ടെത്തിക്കുന്ന സംവിധാനം നടപ്പിലാക്കിയത്. കൂടാതെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിണറായി വിജയൻ കേന്ദ്രത്തിനോട് കാണിക്കുന്ന കടുത്ത എതിർപ്പും ശത്രുതാ മനോഭാവവും കേന്ദ്രം പറയുന്നതൊക്കെ പുല്ലുവില നൽകിക്കൊണ്ട് തള്ളിക്കളയുന്നതുമൊക്കെ കൂടിയായപ്പോൾ അന്വേഷിച്ച് കൃത്യമായി ബോധ്യപ്പെട്ടിട്ട് മാത്രമാണ് പല സഹായങ്ങളും കേരളത്തിലേക്ക് എത്തുന്നതെന്ന രീതിയായി മാറി. കേരളത്തിലെ വയനാട് ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതർക്ക് സഹായം നൽകാൻ ആവശ്യമായ പല രേഖകളും യഥാസമയം ഹാജരാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാതിരുന്നത് കേന്ദ്രത്തിന്റെ തലയിൽ ഇതിന്റെ മുഴുവൻ കുറ്റവും കൊണ്ട് ചെന്ന് ഇടാൻ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ കേരളമടക്കമുള്ള പ്രളയബാധിത സംസ്ഥാനങ്ങൾക്ക് ധനസഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവായിരിക്കുകയാണ്. 6 സംസ്ഥാനങ്ങൾക്കായി 1066.8 കോടി രൂപ കേന്ദ്രം അനുവദിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിന്റെ കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ധനസഹായം വിതരണം ചെയ്യുമെന്നും 6 സംസ്ഥാനങ്ങൾ ഇതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, കേരളം, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും മോദി സർക്കാർ സംസ്ഥാനങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു. ഇന്ന് SDRFന് കീഴിലുള്ള കേന്ദ്ര വിഹിതത്തിന്റെ ഭാഗമായി അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, കേരളം, ഉത്തരാഖണ്ഡ് എന്നീ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ബാധിച്ച സംസ്ഥാനങ്ങൾക്ക് 1066.8 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു എന്ന് അമിത്ഷാ പറഞ്ഞു. അസമിന് 375.6 കോടി രൂപയും മണിപ്പൂരിന് 29.2 കോടി രൂപയും മേഘാലയ്ക്ക് 30.4 കോടി രൂപയും മിസോറാമിന് 22.8 കോടി രൂപയും അനുവദിച്ച സമയത്ത് കേരളത്തിന് ലഭിച്ചത് 153.2 കോടി രൂപയാണ്. ഉത്തരാഖണ്ഡിന് പ്രളയബാധിത ദുരന്തം പരിഗണിച്ച് 455.6 കോടി രൂപ SDRFിൽ നിന്നുള്ള കേന്ദ്ര വിഹിതമായി നൽകിയതായും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. തെക്കു പടിഞ്ഞാറൻ മൺസൂണിലുണ്ടായ അതിശക്തമായ മഴ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ എന്നിവ ഈ സംസ്ഥാനങ്ങളെ കാര്യമായി ബാധിച്ചു. ഈ വർഷം 19 സംസ്ഥാനങ്ങൾക്ക് SDRF അല്ലെങ്കിൽ NDRF ഫണ്ടുകളിൽ നിന്ന് 8,000 കോടിയിലധികം രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ആവശ്യമായ NDRF, കരസേന, വ്യോമസേന എന്നിവയെ വിന്യസിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ ലോജിസ്റ്റിക് സഹായങ്ങളും നൽകുക എന്നതാണ് തങ്ങളുടെ മുൻഗണന എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SDRFിൽ നിന്ന് 14 സംസ്ഥാനങ്ങൾക്ക് 6,166 കോടി രൂപയും NDRFിൽ നിന്ന് 12 സംസ്ഥാനങ്ങൾക്ക് 1,988.91 കോടി രൂപയും ഇതിനോടകം അനുവദിച്ചു. ഇതിനു പുറമെ സംസ്ഥാന ദുരന്ത ലഘൂകരണ നിധിയിൽ നിന്ന് 5 സംസ്ഥാനങ്ങൾക്ക് 726.2 കോടി രൂപയും ദേശീയ ദുരന്ത ലഘൂകരണ നിധിയിൽ നിന്ന് 2 സംസ്ഥാനങ്ങൾക്ക് 17.55 കോടി രൂപയും അനുവദിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഓപ്പറേഷൻ ജൽ റാഹത്ത് 2 പ്രകാരം പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുടനീളം ഇന്ത്യൻ സൈന്യം മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 3,820 പേരെ രക്ഷപ്പെടുത്തി. 10,000-ലധികം വെള്ളക്കുപ്പികളും 1,361 ഭക്ഷണ പാക്കറ്റുകളും വിതരണം ചെയ്തു. 2,000-ലധികം ആളുകൾക്ക് വൈദ്യസഹായം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരിക്കലും കേരളത്തിനെ കൈവിടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മോദി സർക്കാർ കേരളത്തെ ചേർത്ത് പിടിക്കുകയാണ്. എന്തൊക്കെ ആരോപണങ്ങളിൽ പിന്നിൽ നിന്ന് ഇടതുപക്ഷം ഉന്നയിച്ചാലും ശരി, അതിനി മാറ്റമുണ്ടാകില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മോദി സർക്കാർ.